കോളനി പേരുമാറ്റ വിഷയത്തിൽ എതിരെ അഭിപ്രായവുമായി മന്ത്രി ഒ.ആർ. കേളു. നേരത്തെ ഉണ്ടായിരുന്ന പേര് മാറ്റി ഒരേ പേര് നൽകുന്നത് ലോജിക്കില്ലാത്ത കാര്യം. ഊരുകളുടെയും സങ്കേതങ്ങളുടെയും അഭിപ്രായം കൂടി മുഖവിലക്കെടുക്കണമെന്നും മന്ത്രി. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോളനി, ആ കോളനീൻ്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഒരേ പേര് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ഊരുകളുടെ സങ്കേതങ്ങളുടെ അഭിപ്രായം നമുക്ക് വിലപ്പെട്ടതായിരിക്കും. അവരെ നമ്മൾ മുകളിലേക്കെടുക്കണം. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കുക. വിവരങ്ങളുമായി പ്രജിത് മോഹനും ചിരികയാണ്. പ്രജിത്ത്, മന്ത്രി കെ രാധാകൃഷ്ണനെ തിരുത്തിയിരിക്കുകയാണ്. ഈ കോളനി പേരുമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി കേളു വ്യക്തമാക്കിയത്? കെ പി, ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വളരെ വിപ്ലവാത്മകമായ ഒരു തീരുമാനത്തിൽ താൻ ഒപ്പിട്ടിട്ട് ഇറങ്ങുകയാണെന്ന രീതിയിലായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ അന്ന് ഈ ഉത്തരവിറക്കുന്ന ദിവസം പ്രഖ്യാപിച്ചത്. ആ ഉത്തരവ് പിന്നീട് പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിയുക്ത മന്ത്രി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഒ.ആർ. കേളു പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കോളനികൾ എന്നുള്ള പേര് മാറ്റി, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേരുകളെല്ലാം മാറ്റി എല്ലാവർക്കും ഒരേ പേര് നൽകുന്നത് ലോജിക്കുള്ള ഒരു കാര്യമല്ല. അതിൽ ഈ കോളനികളിലെയും ഊരുകളിലെയും സങ്കേതങ്ങളിലും ഒക്കെ ഉള്ള അതിന് മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ച് വനവാസി മേഖലയിലൊക്കെ ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അത് കേട്ടതിന് ശേഷം മാത്രമേ ഇത്തരമൊരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവരെ മുഖവിലേക്കെടുത്ത് മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കുന്നു. അത്തരമൊരു ഉത്തരവ് വന്നതിന് ശേഷം കൂടുതൽ പഠിക്കണം എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ പുതിയ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ കൃത്യമായും മുൻ മന്ത്രിയെ തിരുത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നും ഈ ഊരുമുപ്പന്മാർ പോലെയുള്ള ആ വിഭാഗങ്ങളുടെയൊക്കെ പ്രതിനിധികളുമായുള്ള ചർച്ചകളൊക്കെ നടത്തണം വേണം എന്നുള്ളൊരു അഭിപ്രായം പുതിയ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഏറെ വൈരുദ്ധ്യം നിറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. കാരണം ഒരു സർക്കാരിലുണ്ടായിരുന്ന അതേ ഒരു മന്ത്രി ഒഴിഞ്ഞതിന് ശേഷം വന്ന പുതിയ മുൻ മന്ത്രി ഇറക്കിയ ഉത്തരവിനെ ആ ഉത്തരവ് തിരുത്തുന്ന രീതിയിൽ തന്നെ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ മന്ത്രി തന്നെ ഇതിൽ കൂടുതൽ വ്യക്തത തരേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് ഹോൾഡ് ചെയ്ത് വെക്കുമോ, ഉത്തരവ് നടപ്പിലാക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തരേണ്ടതുണ്ട്. കാരണം ഉദ്യോഗസ്ഥരടക്കം ഇതൊരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പുതിയ മന്ത്രിയാണ്. മന്ത്രി ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രി നടത്തിയിരിക്കുന്ന ആദ്യ പരാമർശം തന്നെ ഇത്തരത്തിൽ വിപ്ലവാത്മകരം എന്ന രീതിയിൽ മുൻ മന്ത്രി നടത്തിയിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഉത്തരവിനെ അതിനെ തിരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഈ വകുപ്പിന്റെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇത് വലിയ ആശങ്ക ഉണ്ടാക്കും. ഏതെങ്കിലും തരത്തിലുള്ള പേരുമാറ്റങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയുള്ള കൂടുതൽ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കൂടുതൽ വിവാദങ്ങളാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കെ പി. യെസ്, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.